നമുക്ക് തേൻ നെല്ലിക്ക ഉണ്ടാക്കിയതിൻ്റെ ബാക്കി നെല്ലിക്ക കൊണ്ട് ഒരു അച്ചാറുണ്ടാക്കാം. ഇത് ആവിയിൽ വെച്ച് പുഴുങ്ങിയ നെല്ലിക്കയാണ്. ഇനി ഇതിലേക്ക് വേണ്ട കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇതാണ് നെല്ലിക്ക. നമ്മൾ ചെറുതായിട്ട് ആവി കയറ്റിയതുകൊണ്ട് വേഗം അടർത്തിയെടുക്കാൻ പറ്റും. കുരു മാറ്റി ഇങ്ങനെ അടർത്തിയെടുത്തതാണ്. ഇനി നമുക്ക് നെല്ലിക്ക അച്ചാറുണ്ടാക്കുന്നതിലേക്ക് പോകാം. ഞാൻ ഇതിലേക്ക് കടുക് പൊട്ടിച്ചു. എന്നിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഒരു 3-4 വറ്റൽമുളക് കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ബ്രൗൺ നിറമായി വരട്ടെ. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. ഇതിലേക്ക് ചേർക്കുന്ന പൊടികൾ ഞാൻ നല്ല 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചതാണ്. ഇത് കായപ്പൊടി. ഇത്രയാണ് നമുക്ക് ചേർക്കേണ്ടത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഈ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ മാറി ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്ക കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഞാനിതിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെയാണ് വയ്ക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വിനീഗർ ഒഴിക്കാം. കുറച്ച് വിനീഗർ കൂടി ചേർക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം ഒന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡിയാണ് കേട്ടോ. ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റി വയ്ക്കും. നന്നായി തണുത്തതിന് ശേഷം ഞാനൊരു ഗ്ലാസ് ബോട്ടിലേക്ക് അച്ചാർ മാറ്റി വെച്ചു. റെസിപ്പി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.